നീ പെരുവഴിയിലായത് മുടിയാനല്ല, രാജകൊട്ടാരങ്ങളെപ്പോലും അനുഗ്രഹിക്കത്തക്ക നിലയിൽ വലുതാകാനാണ്. ഇന്നത്തെ ദൈവാലോചന കേൾക്കുമ്പം ഞാൻ ഈ പറഞ്ഞ വാക്ക് എത്രയോ സത്യമാണെന്ന് നിങ്ങൾ പറയും. സ്നേഹം നിറഞ്ഞവരെ, പറഞ്ഞ വാക്കൊരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ. നിങ്ങൾ പെരുവഴിയിലായത് മുടിയാനല്ല, രാജകൊട്ടാരങ്ങളെ പോലും അനുഗ്രഹിക്കത്തക്ക നിലയിൽ വലുതാകാൻ വേണ്ടിയാണ്. ലോകമെങ്ങും ഇന്ന് രാവിലെ സർവശക്തൻ്റെ ഈ ആലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഒരുപാട് സന്തോഷത്തോടെ, ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് എൻ്റെ രക്ഷകനും കർത്താവും ദൈവവുമാം യേശു ക്രിസ്തുവിൻ്റെ ഉന്നതനാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 43-ാമത്തെ വചനം, പഴയ നിയമത്തിലെ അങ്ങനെ അത്ര ശ്രദ്ധിക്കപ്പെടാത്ത ഒരു വചനമാണ്. ഒന്ന് കേട്ടോണേ. പിന്നെ സർവ്വജനവും ഓരോരുത്തൻ താൻ്റെ വീട്ടിലേക്ക് പോയി. ഒരു വലിയ ജനക്കൂട്ടം പിരിഞ്ഞു പോവുകയാണ്. ഓരോരുത്തൻ താൻ്റെ വീട്ടിലേക്ക് പോയി. എല്ലാവരും വീട്ടിൽ പോവാം. ദാവീദും തൻ്റെ കുടുംബത്തെ അനുഗ്രഹിപ്പാൻ മടങ്ങിപ്പോയി. ദാവീദും തൻ്റെ കുടുംബത്തെ അനുഗ്രഹിപ്പാൻ മടങ്ങിപ്പോയി. ഇവരെവിടെ നിന്നാണ് പിരിയുന്നതെന്നറിയാമോ? ഈ കണ്ട ജനക്കൂട്ടമെല്ലാം എവിടെയായിരുന്നു? ഇവർക്ക് എന്തായിരുന്നു ഒന്നിച്ചു കൂടേണ്ടതായ ഒരു പൊതുചടങ്ങ്? പഴയ നിയമ ചരിത്രകാലത്ത് ഇസ്രയേൽ എന്ന് പറയുന്ന ജനതയുടെ ഏറ്റവും വലിയ ആത്മീയതയുടെ ഇരിപ്പിടമായി അവർ കരുതിയിരുന്നത് യഹോവയുടെ ആലയത്തിലെ അതിപരിശുദ്ധ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കൃപാസനമെന്ന അല്ലെങ്കിൽ നിയമപേടകമെന്ന് പറയുന്നതായ ഒരു പ്രത്യേക ഉപകരണമായിരുന്നു. ഈ ഉപകരണം ഫെലിസ്തീൻ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ പാലസ്തീനിയർ ഇത് കടത്തിക്കൊണ്ടുപോയി. അങ്ങനെ പാലസ്തീനിയർ കടത്തിക്കൊണ്ടുപോയിട്ട് അവർ തങ്ങളുടെ ഒരു ദേവൻ്റെ ക്ഷേത്രത്തിൽ ഇത് വെക്കുകയും, എന്നാൽ ഈ പ്രസ്തുത പേടകത്തിൽ വ്യാപരിച്ചിരുന്ന ദൈവത്തിൻ്റെ മഹത്വം നിമിത്തം ആ ക്ഷേത്രബിംബങ്ങളെല്ലാം ഉടഞ്ഞു വീണു പോവുകയും ചെയ്തു. അങ്ങനെ ഈ അപഹരിക്കപ്പെട്ടുകൊണ്ടുപോയ തങ്ങളുടെ ദൈവമഹത്വം സ്ഥിതി ചെയ്യുന്ന ഈ വിശുദ്ധ പേടകം തിരിച്ചു കൊണ്ടുവരുവാൻ ദാവീദ് രാജാവ് സന്നദ്ധനായി. അങ്ങനെ യഹോവയുടെ ഈ ഒരു നിയമപേടകം, തേജസ്സിൻ്റെ ഈ നിയമപെട്ടകം ഇസ്രായേലിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവരുമ്പോൾ മുഴുവൻ യഹൂദ ജനതയും തങ്ങളുടെ നടുവിലേക്ക് ദൈവത്തിൻ്റെ തേജസ് തിരിച്ചു വരുന്നതിൻ്റെ ആഹ്ലാദത്തിമിർപ്പിൽ യഹോവയുടെ പെട്ടകം കൊണ്ടുവരുന്ന വഴിയിൽ നൃത്ത ചുവടുകളുമായി നിന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിൻ്റെ ഈ നിയമപേടകം ഇങ്ങനെ ആനയിക്കപ്പെട്ടു വരുന്ന ഈ മനോഹരമായ കാഴ്ച കണ്ടപ്പോൾ ദാവീദ് രാജാവ് പുരോഹിതരുടെ പഞ്ഞിനൂലങ്കി ധരിച്ചുകൊണ്ട് വേഗം തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഓടിയിറങ്ങി ഈ യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്തു. ഇതാണ് ഈ പറയപ്പെടുന്ന സംഭവത്തിൻ്റെ രത്ന ചുരുക്കം. അങ്ങനെ ബഹുജനം ഈ ഒരു സന്തോഷാരവത്തിൽ പങ്കുചേർന്ന ശേഷം യഹോവയുടെ പേടകം തിരികെ കൊണ്ടുവന്നിട്ട് സമാധാനയാഗങ്ങളെല്ലാം നടത്തിയ ശേഷം ഓരോരുത്തൻ താൻ്റെ ഭവനങ്ങളിലേക്ക് പിരിഞ്ഞു പോവുകയാണ്. എല്ലാ ആൾക്കൂട്ടങ്ങളും പിരിഞ്ഞു പോകുമ്പോൾ ദാവീദും പോകുന്നു. ഇവിടെ ചോദ്യം അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടേണ്ടതായ ഒരു പ്രധാനപ്പെട്ട വസ്തുത, ദാവീദ് പിരിഞ്ഞു പോകുന്നത് ഒരു ശുശ്രൂഷ കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ യഹോവയുടെ പെട്ടകം തിരികെ കൊണ്ടുവന്നല്ലോ എന്നുള്ള ചാരിതാർത്ഥ്യത്തോടൊപ്പം ഒരു പ്രത്യേക കാര്യം നിർവഹിക്കാനും കൂടെ വേണ്ടിയാണ് ദാവീദ് പോകുന്നത്. ഏത് കാര്യമാണെന്നോ? തൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുക എന്ന ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന് നിർവഹിക്കുവാനുള്ളത്. ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ മുമ്പിൽ നിന്ന് തൻ്റെ ഭവനത്തിലേക്ക് പോകുന്നത് ഈ ഒരൊറ്റ കാര്യം നിർവഹിക്കുവാനാണ്. എന്ത്? തൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുക. തൻ്റെ കുടുംബത്തെ അനുഗ്രഹിപ്പാനായി ദാവീദും മടങ്ങിപ്പോയി. 1 ദിനവൃത്താന്തം 16-43. ഇവിടെയാണ് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന ദൂതിൻ്റെ ആഴങ്ങൾ കടക്കുന്നത്. ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ വൻ മാളികയും രഥങ്ങളും സംവിധാനങ്ങളും ഒക്കെയുള്ള ഒരു പണ്ടത്തെ രാജാവെന്ന് പറഞ്ഞാൽ അയാൾ സർവ്വസമ്പന്നനാണ്. ജീവിക്കുവാണെങ്കിൽ രാജകീയമായി ജീവിക്കണമെന്നെല്ലാം നമ്മളും പറയാറുണ്ട്, അല്ലേ? എന്നാൽ സകലവിധമായ സൗകര്യങ്ങളും ആ കാലഘട്ടത്തെ ജീവിത നിലവാരത്തിനൊത്തവണ്ണം തനിക്കുണ്ട്. കൊട്ടാരവും പരിവാരങ്ങളും ദാസീദാസന്മാരും സൈന്യവും സമ്പത്തും ആഭിജാത്യവും പ്രസിദ്ധിയും ഇതര ദേശങ്ങൾക്കൊക്കെ തന്നോട് വിധേയത്വവും ഭയവും എല്ലാം ഉണ്ട്. എല്ലാറ്റിനെയും അടക്കി വാഴുന്ന ഒരു ഏകാധിപതിയെ പോലെ
ദാവീദിനെ ദൈവം ഇസ്രായേലിൻ്റെ രാജസിംഹാസനത്തിൽ ഇരുത്തി അങ്ങ് വാഴിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ ഫെലിസ്തീർക്ക് പോലും ദാവീദ് എന്ന് പറയുന്ന രാജാവ് ഒരു ഭീതി സ്വപ്നമാണ്. അങ്ങനെ ദാവീദിൻ്റെ കൂടെ ദൈവത്തിൻ്റെ കൈയുടെ പിൻബലമുണ്ടെന്നുള്ളത് ഇസ്രായേലിലെല്ലാം പ്രസിദ്ധവുമാണ്. അത്രമേൽ സന്തോഷ സുരഭിലമായി ജീവിതം നയിക്കുന്ന ഈ മനുഷ്യന് നമ്മുടെ കാഴ്ചപ്പാടിൽ നാം പറയും, എത്രയോ അനുഗ്രഹീതനാണ് ഈ മനുഷ്യൻ, എത്രയോ അനുഗ്രഹീതനാണ് ഈ രാജാവ്. എന്നാൽ തിരുവെഴുത്ത് വായിക്കുമ്പോൾ വളരെ വ്യക്തമായി നാം കാണുന്ന ഒരു യാഥാർത്ഥ്യം, കൊട്ടാരവും സമ്പത്തും ഖജനാവും ദാസിദാസന്മാരും സൈന്യവും പടനായകന്മാരും മന്ത്രിമാരും ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന തൻ്റെ സർഗലവിധ സമ്പാദ്യവും മുഴുവൻ യെരൂശലേമും തൻ്റെ കയ്യിലുണ്ടായിരുന്നിട്ട് കൂടെ ഇസ്രായേലിനെ മുഴുവൻ രാജാവായി താൻ വാഴുകുന്ന ആ ഒരു പദവിയിലായിരിക്കുമ്പോഴും ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ തയ്യാറായൊരു കാര്യം, തൻ്റെ ജീവിതത്തിന് മതിയായി എന്ന് വെക്കാതെ, അല്ലെങ്കിൽ ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിന് സമ്പൂർണ്ണത കിട്ടി എന്നുള്ളതായ ഒരു നില താൻ സ്വീകരിക്കുന്നില്ല. പകരം പിന്നെയും താൻ അനുഗ്രഹത്തെ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രത്യേക മൈൻഡ് സെറ്റുള്ള വ്യക്തിയായി നമുക്ക് ഈ തിരുവെഴുത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ടാണ് ജനമെല്ലാം ഭവനങ്ങളിലേക്ക് മടങ്ങുമ്പോൾ എന്തോ കർത്തവ്യം നിർവഹിച്ചവരെ പോലെ, എന്തോ ആചാരങ്ങൾ തീർന്ന്, പെരുന്നാൾ തീർന്ന്, അല്ലെങ്കിൽ ഉത്സവം കഴിഞ്ഞ് സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങുന്നവരെ പോലെ ഓരോരുത്തരും മടങ്ങുമ്പോൾ ദാവീദ് തൻ്റെ ഭവനത്തിലേക്ക് വരുന്നത് ഒരു പെരുന്നാൾ കഴിഞ്ഞതിൻ്റെ പ്രതീതിയിലല്ല, പിന്നെയോ കരം ഉയർത്തി തൻ്റെ സകല കുടുംബത്തെയും അനുഗ്രഹിക്കുവാനുള്ള ഒരാത്മ നിയോഗത്തിൻ്റെ തിടുക്കത്തിലാണ് ദാവീദ് തൻ്റെ ഭവനത്തിലേക്ക് വരുന്നത്. കൊട്ടാരമില്ലേ ദാവീദേ അങ്ങേക്ക്? ഉണ്ട്. സമ്പത്തില്ലേ അങ്ങേക്ക്? ഉണ്ട്. അങ്ങല്ലേ ഈ രാജ്യത്തിൻ്റെ പരമാധികാരി? അങ്ങല്ലേ ഈ രാഷ്ട്രത്തിൻ്റെ അവസാനത്തെ വാക്ക്? അതെ, ഞാൻ തന്നെയാണ്. ഈ രാജ്യത്തിൽ അങ്ങേക്ക് കഴിയാത്ത എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇത് മുഴുവൻ അങ്ങയുടെ സ്വന്തമല്ലേ? അതെ. എന്നിട്ടും താങ്കൾ എന്തിനാണ് അനുഗ്രഹിക്കാൻ തയ്യാറാകുന്നത്? ഞങ്ങളുടെയൊക്കെ കാഴ്ചപ്പാടിൽ അങ്ങ് അനുഗ്രഹത്തിൻ്റെ ഏറ്റവും തീവ്രതയിൽ, അതിൻ്റെ പീക്ക് ലെവലിലെത്തിയ ആളാണ്. പക്ഷേ എന്നിട്ടും അങ്ങ് പറയുന്നു അനുഗ്രഹം പൂർണ്ണമായിട്ടില്ല എന്ന്. ജീസസ്, ജീവിതത്തിൽ എന്തെല്ലാം ഇന്ന് പകൽ ഉണ്ടെങ്കിലും ദൈവത്തിന് നൽകാൻ കഴിയുന്നതിൻ്റെ പരിപൂർണതയല്ല അതെന്നറിയണം. പ്രൈസ് ദ ലോർഡ്. നിന്റെ ജീവിതത്തിൽ ദൈവം നിന്നെ ഉയർത്തുന്നതിൻ്റെ പരമാവധി നീ എത്തിയിട്ടില്ലെന്നുള്ള കാര്യം ഒന്ന് അംഗീകരിക്കാമോ? ഞാൻ എന്തെങ്കിലുമൊക്കെ ആയി എന്നുള്ളതായ ആ ഒരു ധാരണയൊന്ന് മാറ്റാവോ? എളിയവർക്ക് കൃപ നൽകുന്ന, തൻ്റെ സന്നിധിയിൽ താഴുന്നവരെ പിന്നെയും ഉയർത്തുന്ന ആ ദൈവഹൃദയം നിങ്ങളിലേക്കൊന്ന് ചായാൻ വേണ്ടി ഇന്ന് രാവിലെ വെമ്പൽ കൊണ്ടു നിൽക്കുകയാണ്. സ്വന്തമായി ദൈവകരങ്ങളിൽ ഒന്ന് സമർപ്പിക്കുന്നൊരു മനുഷ്യനെ പിന്നെയും ഏറ്റവും ഉയരങ്ങളിലേക്ക് ഉയർത്തുന്ന തൻ്റെ കൈയുടെ ആ ഒരു പ്രവൃത്തിയിൽ നിന്നും ദൈവം ഇതുവരെയും വിരമിച്ചിട്ടില്ല. ഇന്ന് രാവിലെ ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ ലഭിച്ചതിനൊക്കെയും നന്ദി പറയുന്നതിനോടൊപ്പം ഇനിയും കർത്താവെ എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്നുള്ളതായൊരു പ്രാർത്ഥന എത്ര പേരുടെ ജീവിതത്തിൽ നിന്ന് ഉയരും. ഇതങ്ങനെയുള്ളവരുടെ ജീവിതത്തിൻ്റെ ഒരു നിർണായക വഴിത്തിരിവിൻ്റെ ദിവസമാണ്. ജീസസ് ക്രൈസ്റ്റ്, നീ രാജാവല്ലേ, ഇതിൽ പരം എന്ത് അനുഗ്രഹമാണ് നിനക്ക് വേണ്ടത്? ദാവീദിന് പറയാനുണ്ട്, ഞാൻ രാജാവാണ്, അത് ദൈവം എന്നോട് കാണിച്ച ഔദാര്യവും അനുഗ്രഹവുമാണ്. പക്ഷേ എൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് ഇനിയും എനിക്ക് അനുഗ്രഹങ്ങൾ അനിവാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഇനിയും എനിക്ക് വിശാലതകൾ അനിവാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഇനിയും എനിക്ക് ഉയർച്ചകൾ അനിവാര്യമാണ്. ഓരോ ദിവസവും ദൈവത്തോട് ഇത് ചോദിക്കുവാൻ നിങ്ങൾ വായി തുറക്കാറുണ്ടോ? ജീസസ് ക്രൈസ്റ്റ്, പലരും തങ്ങളുടെ ജീവിതത്തിൻ്റെ കഷ്ടകാലങ്ങളിൽ കിടന്ന് നിലവിളിക്കും. അതിൻ്റെയൊക്കെ അവസ്ഥയൊന്ന് മാറിക്കഴിഞ്ഞൊരു പരുവത്തിലൊന്ന് രക്ഷപ്പെട്ട് കയറുമ്പോഴേക്കും പിന്നെ അവർ ദൈവത്തെ മറക്കും. തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളെന്തോ വെട്ടിപ്പിടിച്ചും നേടി എന്നുള്ള നിലയിൽ 5-7 സെന്റിനകത്ത് വെച്ച വീടിനകത്ത് അവർ രാജാക്കന്മാരെ പോലെ കഴിയാൻ തീരുമാനിക്കും. നോ, 5 അല്ല 50 5 ഏക്കർ ഉണ്ടെങ്കിലും ഒന്ന് തിരിച്ചറിഞ്ഞു കൊള്ളുക, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഇതൊന്നുമല്ല. ജീസസ്, നിങ്ങൾ കണ്ടിട്ടില്ല ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പരമാവധി പ്രാപിച്ച മനുഷ്യരെ. നിങ്ങൾ കണ്ടിട്ടില്ല ദൈവത്തിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചുള്ളതായ ലക്ഷ്യം മനസ്സിൽ കയറിയ വ്യക്തികളെ. ജീസസ് ഇതര വ്യക്തിത്വങ്ങളുമായിട്ട് തങ്ങളെ തന്നെ തുലനം ചെയ്തിട്ട് ഞങ്ങളെന്തോ ആയെന്നുള്ളതായ ആ ഒരു താൻ പ്രമാണിത്വത്തിൻ്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് ഞാൻ വലിയവനായി എന്ന് പറഞ്ഞ് നമ്മളിൽ തന്നെ അഭിമാനം കൊള്ളാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്നും മാറിയിട്ട് സ്വയം ഒന്നുകൂടെ ദൈവസന്നിധിയിൽ നിന്ന് താഴാൻ തീരുമാനിക്കുക. കർത്താവേ, ഞാൻ ഒന്നുമായിട്ടില്ല. അങ്ങനെ ഉയർത്തുന്നതിൻ്റെ ആദ്യ പടി മാത്രമാണ് കൃപയാൽ ഞാൻ എത്തിയിരിക്കുന്നത്. ഇനിയും അങ്ങേക്ക് എന്നെ ഉയർത്താൻ കഴിയുമല്ലോ. ദൈവം നിന്നിലൊരു കൃപാവരം തരുമ്പോൾ
ദൈവം നിനക്കൊരു ശുശ്രൂഷ തരുമ്പോൾ, കർത്താവ് നിൻ്റെ ഒപ്പം ജനത്തെ തരുമ്പോൾ, സഭ തരുമ്പോൾ, ദൈവം ഒരു ഭവനം തരുമ്പോൾ, വാഹനം തരുമ്പോൾ, നല്ല ജോലി തരുമ്പോൾ, അനുഗ്രഹീത വിവാഹം തരുമ്പോൾ, കുഞ്ഞുങ്ങളെ തരുമ്പോൾ, അവിടെയൊക്കെ എന്തൊക്കെയോ തികവ് വന്നവനെ പോലെ ജീവിതത്തിൽ സംതൃപ്തി വേണ്ടെന്നുള്ള കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ഞാനെന്തോ ആയെന്നുള്ള ആ ധാരണയുണ്ടല്ലോ, അതൊരു അപകടമാണ്. വീഴ്ചയ്ക്ക് മുമ്പേ നിഗളം എന്നുള്ള വാക്ക് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് രാവിലെ കർത്താവിനോടൊന്ന് പറ, ദൈവമേ, ഞാനൊന്നും ആയിട്ടില്ല. അങ്ങയുടെ കൈകളാൽ ഉയർത്തപ്പെടുന്ന, അനുഗ്രഹിക്കപ്പെടുന്ന ആ വലിയ ജീവിതത്തിൻ്റെ യാത്രയിൽ തന്നെയാണ് ഞാൻ നിത്യതയിലെത്തുവോളം എനിക്ക് നിൻ്റെ അനുഗ്രഹങ്ങൾ ആവശ്യമാണ്. ഞാൻ നിൻ്റെ അരികിൽ വന്ന് നിന്നെ നേരിൽ കാണുവോളം എനിക്ക് നിൻ്റെ പിന്തുണ ആവശ്യമാണ്. ഞാൻ അവിടെ നിൻ്റെ തിരുമുമ്പിലെത്തുന്ന ആ നിമിഷം വരെയും എനിക്ക് നിൻ്റെ സാന്നിധ്യത്തിൻ്റെ തീവ്രത പഴയ നിമിഷത്തേക്കാൾ ഈ നേരം കൂടുതലായി ആവശ്യമുണ്ട്. ഇന്നലകളിലെ കൃപയല്ല കർത്താവേ, ഇന്നെനിക്ക് പുതിയത് ആവശ്യമാണ്. ഇന്നലകളിൽ ഞാൻ പ്രാപിച്ചതല്ല യേശുവേ, എനിക്കിതിലും അധികമായത് ആവശ്യമാണ്. സ്നേഹം നിറഞ്ഞവരെ, നാം പ്രാപിച്ചതൊന്നുമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അവകാശം പ്രാപിച്ച ചില മനുഷ്യരെന്നെ കേൾക്കുന്നു. ഹോളി സ്പിരിറ്റ്, ദൈവത്തിൻ്റെ ഒരു ഉയർച്ച നിങ്ങളുടെ മേൽ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഒന്നുമായിട്ടില്ല. വലുത് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഒന്ന് സന്തോഷത്തോടെ പറ, വലുത് വരാനിരിക്കുന്നതേ ഉള്ളൂ. എൻ്റെ ദൈവം എന്നെ ഉയർത്തുന്ന തൻ്റെ ആ ഒരു വലിയ കർമ്മം എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് കൃപയാൽ ആരംഭിച്ചിരിക്കുന്നു. ഞാൻ നേടിയെന്നോ ഞാൻ എന്തൊക്കെയോ ആയോ എന്നോ ഞാൻ പറയുന്നില്ല. ഞാനിപ്പോഴെന്തെങ്കിലും ആകുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ഞാൻ നടന്നതല്ല, കർത്താവിനെ ഇതുവരെ കൊണ്ടുവന്നതാണ്. ഞാൻ നേടിയതൊന്നുമല്ല, യേശു എൻ്റെ ജീവിതത്തിൽ ഔദാര്യമായി ചൊരിഞ്ഞതാണ് സകലതും. എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ ഒരവസ്ഥയും കർത്താവേ, നിൻ്റെ കാരുണ്യമാണ്, നിൻ്റെ ദയയാണ്. എൻ്റെ കർത്താവേ, നീ എന്നോട് കാണിച്ച ഔദാര്യമാണ് ഞാൻ ഇന്ന് കഴിക്കുന്ന ഓരോ വറ്റി ചോറും. കർത്താവിനോടൊന്ന് പറ, ഞാൻ നേടി, ഞാൻ പണിതു, ഞാൻ സമ്പാദിച്ചു, ഞാനത് ചെയ്തു, ഞാനിത് ചെയ്തു, ഞാൻ. ആ വാക്ക് നമുക്ക് വേണ്ട. അതിനോളം അപകടകരമായതും സാത്താനെ ഏണിചാരി കൊടുക്കുന്നതും വാതിൽ തുറന്ന് കൊടുക്കുന്നതുമായ ഒരു പദം വേറെയില്ല. കർത്താവേ, ഞാനെന്ന് പറയാൻ ഞാൻ ഇന്നുവരെയും ഒന്നും ആയിട്ടില്ല. അവിടുന്ന് മാത്രമാണ് ആ പദത്തിന് യോഗ്യൻ. ഞാനാകുന്നുവെന്ന് അങ്ങ് മാത്രമേ ആയിട്ടുള്ളൂ. ഞാനൊന്നും ആയിട്ടില്ല. ഞാൻ ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. ആ നിലയ്ക്ക് ഞാനെന്തോ ആയെന്ന് ഞാൻ എങ്ങനെ പറയും? കർത്താവെ, ഞാൻ ഏതുമില്ല എന്ന് യേശുവിനോടൊന്ന് പറ. രണ്ടാമത്തെ കാര്യത്തിലേക്കൊന്ന് കിടക്കണം കേട്ടോ. രാജകൊട്ടാരം അനുഗ്രഹത്തിൻ്റെ നിബിഡ കേന്ദ്രമാണെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ ഈ തിരുവെടുത്ത് നമ്മളോടൊരു ദൂത് പറയുന്നു ഇന്ന് രാവിലെ. ചില രാജകൊട്ടാരങ്ങൾ എത്ര സമ്പന്നമാണെന്ന് പുറമേ നിന്ന് നോക്കിയാലും സർവസമ്പന്നമാകുന്ന കൊട്ടാരങ്ങളിലും ചില അനുഗ്രഹത്തിൻ്റെ അപൂർണതകളുണ്ട്. ജീസസ്, ഒരു രാജകൊട്ടാരത്തിലും ഇല്ലാത്ത ചില അനുഗ്രഹങ്ങളുണ്ട്. ഒരു രാജകൊട്ടാരങ്ങളിലും ഇല്ലാത്ത ചില അനുഗ്രഹങ്ങൾ അതുണ്ട്. എവിടെയുണ്ട്? ഇന്നെന്നെ കേൾക്കുന്ന ചില വ്യക്തികളുടെ മേലുണ്ടത്. ഇന്നെന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങളിലുണ്ടത്. ഇപ്പോൾ എന്നോടുകൂടെ ഈ ദൈവാലോചനയിൽ സന്തോഷിക്കുന്ന ചില ഹൃദയങ്ങളിലുണ്ടത്. നീതിമാന്റെ ശിരസ്സിൻ്റെ മേൽ അനുഗ്രഹങ്ങൾ വരുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിന്റെ തലമേലുണ്ട് അങ്ങനെ ഒരു അനുഗ്രഹം. ജീസസ്, ദൈവം താൻ നേരിട്ട് പകർന്നു നൽകിയ ചില ശ്രേഷ്ഠാനുഗ്രഹങ്ങൾ ചുമക്കുന്ന മനുഷ്യർ ഇന്ന് രാവിലെ ഈ ദൈവിക ആലോചനയിൽ എന്നോടുകൂടെ ഈ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നു. ഒരു രാജകൊട്ടാരത്തിലും ഇല്ലാത്ത ചില അനുഗ്രഹങ്ങളുണ്ടെന്ന്. അതെങ്ങനെയാണ് കൈക്കലാക്കുക? ദാവീദ് അതിനു മുമ്പ് എന്താണ് ചെയ്തതെന്ന് നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും. ഉന്നതമായ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ എങ്ങനെയാണ് കൈക്കലാക്കുന്നത്, എങ്ങനെയാണ് അതിനെ പിടിച്ചു പറ്റുന്നത്? അഭിഷേകം ചെയ്ത് രാജസിംഹാസനത്തിലേക്ക് ഉപവിഷ്ടമാക്കപ്പെട്ടാലും ലഭിക്കാത്തത്ര ഉന്നതമായ ചില അനുഗ്രഹങ്ങളുണ്ടേ. അതെങ്ങനെയാണ് കിട്ടുന്നത്? ഇതാ, പെട്ടകത്തെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന വഴിയിൽ ആ പേടകത്തിൻ്റെ മുൻപിൽ നൃത്തം ചെയ്യുന്ന ദാവീദ് രാജാവിനെ നോക്കൂ. അതാണ് അതിൻ്റെ സീക്രട്ട്. എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നൃത്തം ചെയ്ത് സ്തുതിക്കുന്നവൻ്റെ മേലൊരു വിശിഷ്ടമായ അനുഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ശരീരങ്ങളെ വിട്ടുകൊടുത്ത് ആരാധിക്കുന്നവൻ്റെ മേൽ
ഒരു പ്രത്യേകമായ ദൈവിക ചൈതന്യമുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നവൻ്റെ മേൽ ഒരു വിശിഷ്ടമായ ദൈവകൃപയുടെ വ്യാപാരമുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ മതിമറന്ന് സ്തുതിക്കുന്നവൻ്റെ മേൽ ഒരു പ്രത്യേകമായ സ്വർഗീയ അനുഗ്രഹത്തിൻ്റെ നിക്ഷേപമുണ്ട്. നീ ദൈവത്തെ നൃത്തം ചെയ്ത് സ്തുതിക്കുമ്പോൾ നീ അറിയുന്നുണ്ടോ, രാജകൊട്ടാരങ്ങൾക്ക് അപ്രാപ്യമായ വൻ അനുഗ്രഹങ്ങളാണ് നിന്റെ തലമേൽ ചൊരിയപ്പെടുന്നതെന്ന്. ദൈവസന്നിധിയിൽ നീ തുള്ളിച്ചാടുമ്പോൾ നീ അറിയുന്നുണ്ടോ, രാജാക്കന്മാർ നോക്കിയിട്ടും നേടാൻ കഴിയാത്ത ഉന്നതമായതാണ് ദൈവം നിന്റെ ജീവിതത്തിൽ പകർന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ദൈവം അത് നിന്റെ മേൽ ഒരുക്കുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നൃത്തം ചെയ്യുന്നവനെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ആഹ്ലാദിക്കുന്നവനെ, ദൈവത്തിൻ്റെ തിരുസാന്നിധ്യത്തിൽ പ്രമോദിക്കുന്നവനെ, മറ്റെല്ലാവിധമായ ജീവിത കാര്യങ്ങളെയും മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അടരാടുന്ന, ആ സാന്നിധ്യത്തിൽ ആഹ്ലാദിക്കുന്ന മനസ്സുള്ള മനുഷ്യർ, ആ സാന്നിധ്യത്തിൽ തങ്ങളെ തന്നെ വിട്ടുകൊടുക്കുന്ന വ്യക്തികൾ, ദൈവ സാന്നിധ്യത്തിൻ്റെ തടവുകാരായി മാറാൻ കൊതിക്കുന്ന മനുഷ്യർ, ഓരോ സെക്കൻഡിലും കർത്താവിൻ്റെ ആഴമേറിയ സാന്നിധ്യം അനുഭവിക്കാനും വഹിപ്പാനും കൊതിക്കുന്ന ജീവിതങ്ങൾ, അവരുടെ മേൽ ദൈവം കൊടുക്കുന്നത് ഒരു രാജാക്കന്മാർക്കും കൊടുക്കാത്ത ഉന്നതമായ അനുഗ്രഹങ്ങളാണ്. ഒരു കൊട്ടാരങ്ങളിലും ദൈവം പകരാത്ത ശ്രേഷ്ഠമേറിയ അനുഗ്രഹങ്ങളാണ് ദൈവം അങ്ങനെയുള്ളവരുടെ മേൽ പകരുന്നത്. വലിയൊരു ദൈവ മഹത്വം ഇന്ന് രാവിലെ വ്യാപരിക്കുകയാണ് ഈ ശുശ്രൂഷയുടെ നടുവിൽ. ചിലർ തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിത് പറയുന്ന വേളയിൽ മതിമറന്നവർ ദൈവത്തെ ആരാധിക്കുന്നു. ഞാൻ ആത്മാവിൽ കാണുന്നു നിങ്ങളുടെ മേലൊരു അനുഗ്രഹത്തിന്റെ കടന്നുവരവ്. നിങ്ങൾ ആരുടെ സന്നിധിയിലാണോ നൃത്തം ചെയ്യുന്നത്, നിങ്ങൾ ആരുടെ നാമത്തെയാണോ പ്രകീർത്തിക്കുന്നത്, നിങ്ങളുടെ കൈകാലുകൾ ആരുടെ മുൻപിലാണോ ചലിക്കുന്നത്, ആരിലാണോ നിങ്ങൾ ഈ നിമിഷങ്ങളിൽ പ്രമോദിച്ചു കൊണ്ടിരിക്കുന്നത്, അവിടുന്ന് തന്നെ നിങ്ങളുടെ തലമേൽ അനുഗ്രഹത്തിന്റെ നദികളെ തുറക്കുകയാണ്, വാതിലുകളെ തുറക്കുകയാണ്. രാജകൊട്ടാരങ്ങൾക്ക് അപ്രാപ്യമായ അനുഗ്രഹങ്ങളാൽ ദൈവം നിന്നെ നിറയ്ക്കുകയാണ്. ജീസസ്. ഒരു രാജകൊട്ടാരത്തിലും ഇല്ലാത്ത ചില അനുഗ്രഹങ്ങളുണ്ട്. അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നൃത്തം ചെയ്യുന്നവൻ മാത്രം കൈക്കലാക്കും. ഒന്നൂടെ, ഒരു രാജകൊട്ടാരത്തിലും കിട്ടാത്ത ചില അനുഗ്രഹങ്ങളുണ്ട്. അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നൃത്തം ചെയ്യുന്നവൻ മാത്രം തീരെഴുതി മേടിക്കും. സഭയിൽ ആത്മീക ആരാധനയ്ക്ക് വരുന്ന നൂറുകണക്കിന് മനുഷ്യരുണ്ട്. ഈ വരുന്നവരുടെ കൂട്ടത്തിൽ മതിമറന്ന് തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കുന്ന കുറച്ച് സഹോദരങ്ങളുണ്ട്. ഞാൻ അങ്ങനെയുള്ളവരെ പ്രത്യേകം പ്രാർത്ഥനയിൽ നോട്ട് ചെയ്യും. അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു സാധ്യതകളില്ലാത്ത മനുഷ്യരായിരിക്കും. പൊട്ടി തകർന്ന് തരിപ്പണമായിട്ടായിരിക്കും പ്രാർത്ഥനയ്ക്ക് കയറി വന്നേക്കുന്നത്. പക്ഷേ അവരുടെ കാലുകളിൽ ദൈവത്തിൻ്റെ സ്തുതിക്കൊത്തവണ്ണം അവർ നൃത്തം ചെയ്ത് തുടങ്ങുന്നതിന് ശേഷം ഞാൻ കണ്ടിട്ടുള്ളൊരു യാഥാർത്ഥ്യം പറയാം. പിന്നീട് അവരുടെ കാലുവയ്പ്പുകളൊന്നും പരാജയമായി പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ മറന്ന് സ്തുതിക്കുന്നത് അനുചിതമായി തോന്നുകയും നിങ്ങൾക്ക് നിങ്ങളുടെ വസ്ത്രത്തിൻ്റെ ചുളിവ് വീഴുന്നതും അവിടെ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്നൊക്കെയുള്ളതായ ആ ഒരു ചിന്തയും ദൈവത്തിൻ്റെ മഹത്വത്തെക്കാൾ നിങ്ങൾ വെല്ലുവിളിയാണെന്നുള്ളതായൊരു തോന്നൽ നിങ്ങൾക്കുണ്ടായിരിക്കാം. എന്നാൽ ഞാനൊന്നുമല്ലെന്ന് പറഞ്ഞ് ചാടുന്ന കുറേ മനുഷ്യരുണ്ടേ. രാജവസ്ത്രങ്ങളെക്കാൾ സ്തുതിക്കുന്നവർ ധരിക്കുന്ന ഈ പഞ്ഞുനൂലങ്കികളിൽ ആനന്ദം കണ്ടെത്തുന്ന കുറേ വ്യക്തികൾ, രാജസിംഹാസനത്തിൽ കാലിന്മേൽ കാല് കയറിയിരിക്കുന്നതിനേക്കാൾ യഹോവയുടെ പെട്ടകത്തിൻ്റെ മുമ്പിൽ ചാടി മറിഞ്ഞ് നൃത്തം ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന കുറേ മനുഷ്യർ. ഒരു രാജകൊട്ടാരത്തിലും കിട്ടാത്ത ചില അനുഗ്രഹങ്ങൾ എഴുന്നള്ളി വരുന്നുണ്ട്. ഇതൂത് കേട്ടോ. ഒരു രാജകൊട്ടാരങ്ങൾക്കും പ്രാപിപ്പാൻ കഴിയാത്ത ചില അനുഗ്രഹങ്ങൾ എഴുന്നള്ളി വരുന്നുണ്ട്. 2024 ഈ നിമിഷത്തിൽ ഞാൻ ആത്മാവിൽ പറയട്ടെ,
ഈ കഴിഞ്ഞ തലമുറകളിലെങ്ങും പകരപ്പെടാത്തതും വെളിപ്പെടാത്തതുമായ ഉന്നതമായ ചില ദൈവപ്രവർത്തികൾ എഴുന്നള്ളി വരുന്നുണ്ട്. ഉന്നതമായ ഘനമേറിയ ചില ദൈവാനുഗ്രഹങ്ങൾ എഴുന്നള്ളി വരുന്നുണ്ട്. ആരത് പിടിക്കും? ആരതിനെ വലിച്ചെടുക്കും? ആരതിനെ തങ്ങളുടേതാക്കും? ഉത്തരം, ദൈവത്തിൻ്റെ സന്നിധിയിൽ നൃത്തം ചെയ്യുന്നവർ, ദൈവത്തിൻ്റെ സന്നിധിയിൽ തങ്ങളെ തന്നെ കൊടുക്കുന്നവർ, തങ്ങളുടെ നിലമറന്ന് ദൈവത്തെ പ്രകീർത്തിക്കുന്നവർ, തങ്ങളുടെ അഭിമാനത്തെക്കാൾ ദൈവത്തിൻ്റെ മഹത്വത്തിനായി തങ്ങളെ തന്നെ കൊടുക്കുന്നവർ, തങ്ങളുടെ ശ്രേയസ്സിനേക്കാൾ ദൈവത്തിൻ്റെ യശസ്സാണ് വലുതെന്ന് കരുതുന്നവർ, അവരുടെ തലമേലത് വരും. അവരതിനെ പിടിക്കും, അവരതിനെ തീറെഴുതി മേടിക്കും. ജീസസ് പിന്നെ സകല ജനവും ഓരോരുത്തൻ താൻ്റെ വീട്ടിലേക്ക് പോയി. ചിലർ വീട്ടിലേക്ക് പോകും. ദാവീദ് തൻ്റെ കുടുംബത്തെ അനുഗ്രഹിപ്പാനായി മടങ്ങിപ്പോയി. ചിലർ പിടിച്ചെടുക്കുന്ന അനുഗ്രഹവുമായി വീടുകളിലേക്ക് പോകും. വെറും കൈയോടെയാ പലരും പോയത്. ദാവീദ് വീട്ടിലേക്ക് പോയത് വെറും കൈയോടല്ല, തൻ്റെ കുടുംബത്തിനെ കൊടുക്കാൻ പറ്റുന്ന നിലയിലുള്ള ഉന്നതമായൊരു അനുഗ്രഹവും ചുമന്നുകൊണ്ടാണ് താൻ അങ്ങോട്ട് പോയത്. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ തേജസ് വ്യാപരിക്കുന്ന ആ നിയമപേടകത്തിന് മുമ്പിൽ നൃത്തം ചവിട്ടുമ്പോൾ ആ തേജസ്സിൽ നിന്നും തന്നിലേക്ക് പ്രവഹിക്കുന്ന ഒരു മഹത്വത്തിൻ്റെ കൈമാറ്റമുണ്ട്. അതിൻ്റെ വെയിറ്റ്, അത് റിസീവ് ചെയ്തിട്ട് ആ സാധനം പുള്ളിങ്ങ് പിടിച്ചു. അതുമായിട്ട് അദ്ദേഹം വീട്ടിൽ പോന്നേ. ഞാൻ എൻ്റെ കൈകൾ ഉയർത്തുമ്പോൾ എൻ്റെ മേൽ വ്യാപരിക്കപ്പെട്ടതായ ദൈവത്തിൻ്റെ തേജസ്, എൻ്റെ മേൽ വ്യാപരിക്കപ്പെട്ടതായ ഈ അഭിഷേകം എൻ്റെ ഭവനത്തിലേക്ക് പ്രവഹിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ചിലത് പ്രാപിച്ചിട്ട് നിൻ്റെ കുടുംബത്തിലേക്ക് നീ പകരേണ്ടതായിട്ടുണ്ട്. നിൻ്റെ തലമുറകളിലേക്ക് നീ പകരേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്തളങ്ങളിൽ ഈ ദിനങ്ങളിൽ അനുഗ്രഹങ്ങളുടെ ഒരു വലിയ നിക്ഷേപം തന്നെ വന്ന് നിറയട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഇത് അനേകരുടെ ജീവിതത്തിൽ ഒരു ആരാധനയുടെ ദൈവിക അഭിഷേകം, സ്തുതിയുടെ ഒരു അഭിഷേകം വ്യാപരിക്കുന്ന പകലാണ്. പലരിന്നു മുതൽ തങ്ങളുടെ ശരീരത്തെ കർത്താവിന് മഹത്വത്തിനായി കൊടുക്കും. ചിലർ തങ്ങൾക്ക് ഒരു ലജ്ജയുമില്ലാതെ യേശുവിനെ സ്തുതിക്കുകയും വിളംബരം ചെയ്യുകയും ചെയ്യുന്ന കാര്യത്തിൽ ഇന്നു മുതൽ വ്യാപൃതരാകും. മറ്റു ചിലർ തങ്ങളുടെ ആരാധനയുടെ ശൈലി തന്നെ മാറ്റും, സ്തുതിയുടെ ശൈലി തന്നെ മാറ്റും. ഇന്നു മുതൽ ചില സഭകൾക്കകത്ത് കർത്താവിനെ നൃത്തം ചെയ്ത് സ്തുതിക്കുന്ന ചില മനുഷ്യരുടെ വെളിപ്പെടലുകൾ കാണാൻ കഴിയും. ഹല്ലേലൂയ. തങ്ങൾ ഇരുന്ന ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റിട്ട് കുഞ്ഞാടിന് മുമ്പിൽ വീണ് നമസ്കരിക്കുന്ന സ്വർഗീയ മൂപ്പന്മാരെ പോലെ തങ്ങളുടെ നിലകളിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഈ ദിനങ്ങളിൽ ചിലർ നൃത്തത്തോടുകൂടെ കർത്താവിനെ സ്തുതിക്കാൻ പോകുകയാണ്. അല്ലയോ ദാവീദ് രാജാവേ, അങ്ങെന്തിനാണ് ഈ കാര്യം ചെയ്യുന്നത്? ഉത്തരം, ഈ മഹത്വത്തിൻ്റെ പെട്ടകത്തിന് മുമ്പിൽ നൃത്തം ചെയ്താൽ അത് നമ്മളെ വെറും കൈയോടെ വിടത്തില്ല. ഈ മഹത്വത്തിൻ്റെ പെട്ടകത്തിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്താൽ അത് നമ്മളെ വെറും കൈയോടെ വിടത്തില്ല. പഴയ നിയമത്തിലെ നിയമപ്പെട്ടകം പുതിയ നിയമത്തിലെ യേശു ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്താൽ അവൻ വെറും കൈയോടെ വിടത്തില്ല. യേശുവിന് മുമ്പിൽ ആർപ്പ് വിളിച്ചാൽ അവൻ വെറും കൈയോടെ വിടത്തില്ല. യേശുവിൻ്റെ മുമ്പിൽ നിന്റെ ചലനങ്ങളെ നീ അവന് കാഴ്ചവെച്ചാൽ അവൻ നിന്നെ വെറും കൈയോടെ വിടത്തില്ല. നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ തക്കവണ്ണം നിനക്കങ്ങ് തരും. നീ എന്നാ കൊട്ടാരത്തിലുള്ളവനായാലും, നീ ഏത് കുടിലുള്ളവനായാലും, ജീസസ് കൊട്ടാരങ്ങൾക്കും കുടിലുകൾക്കും പ്രാപിപ്പാൻ കഴിയുന്നതിലും അതീതമായത് നിന്റെ ജീവിതത്തിലേക്ക് പകർന്നു തന്ന് നിന്നെ നിറയ്ക്കുന്നൊരു നിറവ് ഈ ക്രിസ്തുവിൽ നിന്നും ഈ ദിവസങ്ങളിൽ നിന്നിലേക്ക് പ്രവഹിക്കാൻ പോകുകയാണ്. ഞാൻ ഈ പറയുന്നത് എത്ര പേരുടെ അകത്തളങ്ങളിൽ പ്രാപിക്കാൻ, വെളിപ്പെടുത്താൻ, ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ട്? ജീസസ്. പെരുവഴിയിൽ നിന്നും കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയ ഈ അനുഗ്രഹം എന്താ? ചോദ്യം ഒന്നുകൂടെ. നൃത്തം ചെയ്യുന്ന ഈ പെരുവഴിയിൽ നിന്നും കൊട്ടാരത്തിലേക്ക് ദാവീദ് ചുമന്നു കൊണ്ടുപോയ ഈ അനുഗ്രഹം എന്താണ്? അല്പനിമിഷത്തിന് പുറകിൽ ഞാൻ പറഞ്ഞു, അത് ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ്റെ സാന്നിധ്യവും തേജസ്സുമാണ്.
എന്താണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഭവനത്തിനകത്ത് അനുഗ്രഹമായി വെളിപ്പെടേണ്ടത്? 2-3 കാറുകളല്ല, നമ്മുടെ വീടിനകത്ത് ഈ ദിവസങ്ങളിൽ വെളിപ്പെടേണ്ടതായ വലിയൊരു അനുഗ്രഹം പുതിയ കുറേ വസ്തുവും കൂടെ നമ്മുടെ പേരിൽ ആധാരം ചെയ്തെടുത്തതല്ല. നമ്മുടെ ഭവനങ്ങളിൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെടേണ്ട അനുഗ്രഹം കർത്താവിൻ്റെ തേജസ്സും സാന്നിധ്യവുമാണ് എന്ന് ഞാൻ വിളിച്ചു പറയട്ടെ. ഈ കാലഘട്ടങ്ങളിൽ എങ്ങും വെളിപ്പെടാത്ത നിലയിൽ നിന്റെ ഭവനം ദൈവ തേജസ്സിനാൽ നിറയാൻ പോകുകയാണ്. ഈ കഴിഞ്ഞ നാളുകളിൽ എങ്ങും കണ്ടിട്ടില്ലാത്ത നിലയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിന്റെ കുടുംബം നിറയുകയാണ്. അതിനകത്ത് രോഗികളായി കിടക്കുന്നവർ സൗഖ്യത്തോടെ എഴുന്നേൽക്കുന്ന കാഴ്ച നീ കാണും. നടക്കാത്തവർ എഴുന്നേറ്റ് നടക്കുന്ന കാഴ്ചയെ നീ ദർശിക്കും. സുബോധം നഷ്ടപ്പെട്ട ചിലതിൻ്റെ പേർ സുബോധങ്ങൾ തിരിച്ചു വരുന്ന കാഴ്ച നീ കാണും. നാളുകളായി നിന്നെ വേദനിപ്പിക്കുന്ന കുത്തുവാക്കുകൾ മാത്രം ഉയരുന്ന നിന്റെ ഭവനത്തിൻ്റെ അകത്തളങ്ങളിൽ സ്തുതിയുടെ ആരവങ്ങൾ ഉയരുന്നതും അത്തരത്തിലുള്ളതായ എല്ലാ അധരങ്ങളും ദൈവിക സ്തുതിക്ക് വഴിമാറുന്നതുമായ കാഴ്ച നീ കാണും. നിന്റെ വിശ്വാസത്തെ എതിർക്കുന്നവർ നിന്നോടുകൂടെ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന കാഴ്ച നിന്റെ ഭവനത്തിൽ നീ കാണും. അതെ, ആ ദൈവാനുഗ്രഹം വെളിപ്പെടുകയാണ്. നിന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ കടന്നുവരവ്. നിന്റെ തലമുറയിൽ ആ കൊച്ചിനെ ദൈവം അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിക്കുകയാണ്. അതിൻ്റെ തലമേൽ ഈ ദിനങ്ങളിലെങ്ങും വെളിപ്പെട്ടിട്ടില്ലാത്ത നിലയിലുള്ള ഒരു ഉന്നതമായ സ്വർഗീയ അനുഗ്രഹം ഓപ്പണാകുകയാണ്. ജീസസ് 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 ജീസസ്. കൊട്ടാരത്തിലില്ലാത്ത ചിലത് ഈ പെരുവഴിയിലുണ്ട്. ഈ ശുശ്രൂഷയുടെ ആദ്യത്തെ വാചകം ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? നീ പെരുവഴിയിലായത്. ചിലതിനെ ദൈവം പെരുവഴിയിലിറക്കി നിർത്തിയിരിക്കുന്നത് മുടിച്ചു കളയാനല്ല. ദമസ്കോസിൻ്റെ പടിവാതിക്കൽ, ആ പെരുവഴിയിൽ നഗരവാതിലിൻ്റെ പ്രധാന ഗേറ്റിന് മുമ്പിൽ നട്ടുച്ചയ്ക്ക് സൂര്യനെ വെല്ലുന്നൊരു പ്രകാശമായി എൻ്റെ കർത്താവ് ഇറങ്ങി നിൽക്കുന്നത് വെറും കൈയോടെ പോകാൻ വേണ്ടിയല്ല. ഒരുത്തൻ വരുന്നുണ്ട് ഒരു കുതിരപ്പുറത്ത്. ആ കുതിരപ്പുറത്ത് പാഞ്ഞു വരുന്നവനെ തൻ്റെ രാജ്യത്തിൽ തൻ്റെ അനന്തരാവകാശിയായി തൻ്റെ പകരക്കാരനാക്കി നിയോഗിക്കാൻ വേണ്ടി യേശു അവിടെ ഇറങ്ങി നിൽക്കുന്നത്. തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ദേവദാസൻ എഴുതിയിരിക്കുന്ന മഹാനായ പൗലോസ്, അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ചുള്ള ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മുഖവരിയിൽ ഇങ്ങനൊരു വാക്കുണ്ട്. ബെന്യാമീൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം കടിച്ചു കീർന്ന ചെന്നായ. അവൻ ഗോത്രപരമായി ബെന്യാമീൻ എന്ന് പറഞ്ഞ കടിച്ചു കീർന്ന ചെന്ന ദമസ്കോസിൻ്റെ പടിവാതിക്കൽ പേ പിടിച്ചവൻ പാഞ്ഞു പോകുകയാ. നട്ടുച്ചയ്ക്ക് പേ പിടിച്ച് പായുന്ന ആ കടിച്ചു കീറുന്ന ബെന്യാമീൻ എന്ന ചെന്നായെ ദൈവത്തിൻ്റെ കുഞ്ഞാട് ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് അടിച്ചു വീഴ്ത്തി. ചെന്നായും കുഞ്ഞാടും തമ്മിൽ പോരാട്ടം നടത്തുന്നു. ആ പോരാട്ടത്തിൽ കടിച്ചു കീറുന്ന ചെന്നായെ ദൈവത്തിൻ്റെ കുഞ്ഞാട് ജയിക്കുന്നു. അന്ന് മുതൽ ആ ചെന്നായ കുഞ്ഞാടിൻ്റെ പുറകെ പോകുന്നു. അവിടെ മുതൽ ആ കുഞ്ഞാടിൻ്റെ ഇഷ്ടങ്ങൾക്ക് ഈ ചെന്നായ വഴങ്ങിക്കൊടുക്കുന്നു. അങ്ങനെ ലോകം മുഴുവൻ തൻ്റെ തലമുറയിൽ സുവിശേഷത്തിൻ്റെ അഗ്നിയുമായി പിടിച്ച് നടന്ന ആ ചെന്നായെ സുവിശേഷത്തിൻ്റെ അഗ്നിയാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് തൻ്റെ ഇഷ്ടപുത്രനാക്കി ദൈവം ഉപയോഗിക്കുന്നു. അങ്ങനെ ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ പൗലോസായി തീരുന്ന കാഴ്ച നാം കാണുന്നു. പെരുവഴിയിൽ ചിലതിനെ ദൈവം ഈ ദിവസങ്ങളിൽ ആളുമാറിയവരെ പോലെ രൂപാന്തരപ്പെടുത്താൻ പോകുകയാ. നീ പെരുവഴി ആധാരമായി എന്ന് പറയുന്നത് മുടിയാനല്ലെന്ന് ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. ചിലർ ഈ ദിവസങ്ങളിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടപ്പെട്ട അവസ്ഥയിൽ ഈ ദൈവിക ദൂത് കേൾക്കുന്നുണ്ട്. ഓർത്തോ, ചില സ്ഥാപനങ്ങളുടെ വാതിലുകൾ നിന്റെ മുമ്പിൽ അടഞ്ഞത്, ചിലയിടത്ത് നിന്ന് നിന്നെ ഇറക്കിയത് മുടിക്കാനല്ലെന്ന് നീ അറിഞ്ഞുകൊള്ളുക. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നുള്ളതിൻ്റെ ചോദ്യത്തിൻ്റെ മുമ്പിൽ ഒരു എൻകൗണ്ടർ നിനക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. മഹത്വം നിൽക്കുന്ന വഴിയിൽ, അത് കൊട്ടാരത്തിലില്ല. നീ പെരുവഴിയിലേക്ക് ഇറങ്ങി വരിക. രാജകൊട്ടാരങ്ങളിൽ വെളിപ്പെടാത്ത ദൈവത്തിൻ്റെ മഹത്വം ഇതാ ഈ വഴിയിലുണ്ട്. യഹോവയുടെ ആലയത്തിൻ്റെ അകത്ത് മാത്രം ഇരിക്കുന്ന തേജസ്സിൻ്റെ സിംഹാസനം, 2 കെരൂബുകളുടെ നടുവിൽ ഇറങ്ങി നിൽക്കുന്ന പരിശുദ്ധമായ ശെഖേന അധിവസിക്കുന്ന സാക്ഷാൽ കൃപാസനം, അത് ആലയത്തിൻ്റെ ഏറ്റവും അതിപരിശുദ്ധ സ്ഥലത്ത് മാത്രമാണ് ഇക്കഴിഞ്ഞ കാലങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അതിതാ നിന്റെ വീടിൻ്റെ മുമ്പിലെ പെരുവഴിയിൽ, നീ സഞ്ചരിക്കുന്ന റോഡിൽ. എന്തിനാണ്? ഉത്തരം
ഉത്തരം, ഒരു കൊട്ടാരങ്ങളിൽ നിന്ന് നിനക്ക് പ്രാപിപ്പാൻ കഴിയാത്ത ചിലത് നിനക്ക് ഈ വഴിയിൽ വെച്ച് ഞാൻ നൽകാൻ പോകുകയാണ്. യെരൂശലേമിൽ നിന്ന് എമ്മൂസിലേക്ക് പോകുന്ന റോഡ്. 2 ശിഷ്യന്മാർ നടക്കുകയാണ്. യേശുവിൻ്റെ ക്രൂശീകരണത്തെ സംബന്ധിച്ച് ആ നാളുകളിൽ നടന്ന കാര്യങ്ങൾ അവർ പരസ്പരം ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ച ചെയ്ത് നടന്നു പോകുന്ന വഴിയിൽ ഒരു വഴിപോക്കനെ പോലെ മൂന്നാമതൊരാൾ അവരോടുകൂടെ ചേർന്ന് നടന്നു. ചേർന്ന് നടക്കുന്ന ആൾ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഉടനെ പറഞ്ഞു, ഒരാളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ നമ്മുടെ ഈ നാട്ടിൽ ക്രൂശിച്ചിരുന്നു. അയാൾ ഏതൊക്കെയോ പ്രവൃത്തികൾ ചെയ്തു എന്നൊക്കെയാ പറയുന്നത്, പക്ഷേ കൊന്നുകളഞ്ഞു. മൂന്നാമനായി ഒപ്പം കൂടിയ ആൾ നടന്നു പോകുന്ന മറ്റ് 2 പേരോടും പറയാൻ തുടങ്ങി, മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിലും സങ്കീർത്തനങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ഈ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ നിങ്ങൾ ക്രൂശിച്ചു എന്ന് പറയുന്ന ആളെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാമോ? ആ വാക്ക് കേട്ട മാത്രയിൽ ഒപ്പം നടക്കുന്നവൻ്റെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ കേട്ടിട്ട് മുമ്പേ നടന്ന ചങ്ങാതിമാരുടെ 2 പേരുടെ ഹൃദയം ആളിക്കത്താൻ തുടങ്ങി. ചുരുക്കത്തിൽ യെരൂശലേമിൽ നിന്ന് എമ്മൂസ് വരെയുള്ളതായ സ്ഥലം അവർ എത്തിയപ്പോഴേക്കും സന്ധ്യയായി. യഹൂദന്റെ നിയമപ്രകാരം സന്ധ്യയായാൽ അതിഥിയെ വെറുതെ വിടത്തില്ല, തങ്ങളോടുകൂടെ പാർക്കണം. അങ്ങനെ തിരിച്ചു പോകരുത്, ഞങ്ങളുടെ കൂടെ പാർക്കണം. യെസ്, വന്നതല്ലേ, പാർത്തേക്കാം. അങ്ങനെ ആതിഥേയനായി ഭവനത്തിലേക്ക് കയറി. വീട്ടിൽ കയറിയിരിക്കുന്ന മാത്രയിൽ യഹൂദന് മറ്റൊരു മര്യാദ കൂടെയുണ്ട്. വീട്ടിൽ അതിഥി വന്നാൽ അതിഥിയാണ് അപ്പം നുറുക്കി കൊടുക്കേണ്ടത്. അങ്ങനെ അത്താഴത്തിനിരിക്കുന്ന സമയത്ത് ചെറിയൊരു അരണ്ട വെളിച്ചത്തിൽ അപ്പം പാകം ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന സമയത്ത് 2 പേരും അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നു. ആതിഥേയനായി വന്നയാൾ നടുവിലിരിക്കുന്നു. എന്നാൽ അപ്പം മുറിച്ചാട്ടെ, നമുക്ക് കഴിക്കാം, അത്താഴം തുടങ്ങാമെന്ന് പറഞ്ഞ് അപ്പം ഇങ്ങനെ കരങ്ങളിലെടുത്ത് ഇങ്ങനെ കൊണ്ടുവരുന്ന മാത്രയിൽ ഇദ്ദേഹത്തിനൊരു കുഴപ്പമുണ്ട്. നമ്മുടെ കർത്താവിന് അപ്പം കയ്യിൽ കിട്ടിയാൽ ഇങ്ങനെ ഞുറുക്കത്തില്ല, അത് തന്നെ നെഞ്ചോട് ചേർത്തേ നുറുക്കാറുള്ളൂ. അപ്പം ഇങ്ങനെ എടുത്ത് എൻ്റെ അരുമനാഥൻ തൻ്റെ നെഞ്ചോട് കൊണ്ടുവന്ന് ഇങ്ങനെ നുറുക്കുന്ന മാത്രയിൽ ആ 2 വെളിച്ചത്തിൽ അവർ കണ്ടു ആണിപ്പഴുതേറ്റ 2 പാടുകൾ. ജീസസ് ഞെട്ടിപ്പോയി. ഈ കണ്ട ദൂരം അത്രയും കൂടെ നടന്നത്, ഈ സമയം അത്രയും കൂടെ ഒപ്പമുണ്ടായിരുന്നത്, മോശയുടെ ഗ്രന്ഥങ്ങൾ മുതൽ ഇങ്ങോട്ട് തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണോ? ഒരു വഴിപോക്കനെ പോലെ ഈ സന്ധ്യയുടെ അരണ്ട വെളിച്ചത്തിലൂടെ ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഞങ്ങളിൽ ഒരുവനായവൻ ഞങ്ങളുടെ കൂടെ വന്നു. യേശുവിനെ അവർ കണ്ടു, പ്രത്യക്ഷത നൽകി. അപ്പം 2 കഷ്ണങ്ങളായി നുറുക്കി അവർക്ക് നൽകിയിട്ട് അവിടുന്ന് അപ്പോൾ തന്നെ താൻ അപ്രത്യക്ഷനായി പോയി. ജീസസ്, ദൈവത്തിന്റെ പൈതലേ, ഞാനൊരു ദൂത് പറയട്ടെ. നീ നടക്കുന്ന ജീവിതത്തിന്റെ പെരുവഴികളിൽ ഈ ദിവസങ്ങളിൽ നീ ഒരാളെ കണ്ടുമുട്ടും. നിന്റെ കൂടെ നടക്കുന്ന നിന്റെ കർത്താവിനെ. കൊട്ടാരങ്ങളിൽ കിട്ടാത്തത് നിന്റെ ജീവിതത്തിന്റെ അലച്ചിലിന്റെ പെരുവഴികളിൽ നീ നേടും. ഒരു രാജസവിധങ്ങളിലും കിട്ടാത്തത് നിന്റെ ഒറ്റപ്പെടലിന്റെ ജീവിതപാതയിൽ നീ കണ്ടെത്തും. ഇത് നിസ്സാരമല്ല. നിന്റെ സ്തുതികളൊന്നും നിസ്സാരമല്ല. നീ അവന്റെ മുമ്പിൽ ചെയ്ത നൃത്തങ്ങളൊന്നും നിസ്സാരമല്ല. എന്നോട് എൻ്റെ ഒരു സ്നേഹിതൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ 2 പേരുടെ കൂടെ യേശു അന്ന് കടന്നുപോയത്? ഞാൻ പറഞ്ഞു, സ്നേഹിത, യേശു അത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, അത് കർത്താവിൻ്റെ സ്വഭാവമാണ്. 2 പേർ എൻ്റെ നാമത്തിൽ കൂടിയാൽ ഞാൻ അവരുടെ നടുവിലുണ്ടാകും. നിങ്ങൾ 2 പേർ എൻ്റെ നാമനിമിത്തം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, തിരുനാമനിമിത്തം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന നിന്റെ കുടുംബം ഒറ്റയ്ക്കല്ലെന്നുള്ള കാര്യം ഇന്ന് രാവിലെ നീ തിരിച്ചറിയേ.
യേശുവിൻ്റെ നാമം പ്രതി നീ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിന്റെ കാഴ്ചവട്ടുകളിൽ നീ ഒറ്റപ്പെട്ടു പോകത്തില്ല എന്നുള്ളതായി യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാട്ടെ. വിവേകമുള്ള ദാവീദിനെ പോലുള്ള ചില മനുഷ്യർ വേണം. അവർ നമുക്ക് കാണിച്ചു തരും. ആർഭാടങ്ങളുടെ കൊട്ടാരങ്ങളിലല്ല യാഥാർത്ഥ്യ അനുഗ്രഹം. സുഖലോലുപതയുടെ കൊട്ടാരങ്ങളിലല്ല യാഥാർത്ഥ്യ അനുഗ്രഹം. ഈ കൊട്ടാരങ്ങളിലെ അനുഗ്രഹങ്ങൾക്കെല്ലാം ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാൽ അൺലിമിറ്റഡ് ബ്ലെസ്സിങ് അത് അവൻ്റെ പ്രസൻസ് ആണ്. ആ സാന്നിധ്യമാണ് ഏറ്റവും വലിയ അനുഗ്രഹം. മോശെ അതുകൊണ്ട് ദൈവത്തോട് പറഞ്ഞൊരു വാക്കുണ്ട്, തിരുസാന്നിധ്യം ഞങ്ങളുടെ കൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുതേ. വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടിയാണ് ഞങ്ങൾ യാത്ര തുടങ്ങുന്നത്. പക്ഷേ വാഗ്ദത്തം ചെയ്തവരെ നിന്നേക്കാൾ വലുതല്ല ഞങ്ങളുടെ വാഗ്ദത്തങ്ങൾ. നിന്റെ സാന്നിധ്യത്തെക്കാൾ വലുതല്ല കർത്താവേ ഞാനിരിക്കുന്ന ഈ സിംഹാസനവും കൊട്ടാരവും. നീ ആ നാമം പറഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ അവൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഞാനെൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, അവരുടെ കൂടെ എന്തുകൊണ്ട് യേശു നടന്നു എന്നുള്ള കാര്യം നിനക്കിപ്പോൾ മനസ്സിലായോ? അവർ അന്ന് സംസാരിച്ചത് മുഴുവൻ യേശുവിനെ കുറിച്ചാണ്. വെറുതെ നടക്കുന്ന 2 പേർ യേശുവിൻ്റെ പേര് പറഞ്ഞ് നടന്നാൽ മൂന്നാമത് അവരുടെ കൂടെ കർത്താവ് ഉറപ്പായിട്ട് നടന്നിരിക്കും. അതുകൊണ്ടാണ് പ്രയർ വോക്കുകളെല്ലാം ദേശങ്ങളെ പിടിച്ച് അളക്കുന്നത്. 2 ദൈവഭക്തന്മാർ ഒരു ദേശത്തിൻ്റെ മേൽ നടന്ന് പ്രാർത്ഥിക്കാൻ ഇറങ്ങിയാൽ ആ നാട്ടിലെ പിശാചുകളെല്ലാം പരിഭ്രമം കൊണ്ട് ഇളകി മറിയും. വളരാത്ത സഭയുള്ള ദേശങ്ങളിൽ പ്രയർ വോക്ക് ചെയ്യുന്ന ദൈവദാസന്മാരുണ്ടെങ്കിൽ ഓർത്തു, ജീസസ്, നീ ഒറ്റയ്ക്കോ മറ്റൊരാളോടൊപ്പമോ നീ നടക്കുന്ന ഓരോ ചുവടുവെപ്പും അഭിഷക്തിയെ ഒറ്റയ്ക്കുള്ള മാനുഷിക യാത്രകളല്ല, നിങ്ങൾ അറിയാത്ത ഒരാൾ നിങ്ങളുടെ കൂടെ നടക്കുന്നുണ്ട്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഈ ദിനങ്ങളിൽ നിന്റെ ഹൃദയം എരിയുന്നുണ്ടെങ്കിൽ, ജ്വലിക്കുന്നുണ്ടെങ്കിൽ അറിഞ്ഞോ, നിന്റെ ഒപ്പമുണ്ട് രാജകൊട്ടാരങ്ങളിൽ ലഭിക്കാത്ത ഉന്നതമായ അനുഗ്രഹത്തിന്റെ ഉറവിടം. സ്തോത്രം, 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 സ്തോത്രം. യേശുവേ, യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ. എൻ്റെ കർത്താവേ, ജീവിതത്തിന്റെ പെരുവഴിയിൽ നിന്നാലും നീ മുടിയത്തില്ലെന്ന് രാജകൊട്ടാരങ്ങളെ കയറിച്ചെന്ന് അനുഗ്രഹിക്കാൻ പാകത്തിൽ നീയൊരു അനുഗ്രഹത്തിൻ്റെ ഉറവയായി തീരുമെന്ന് ഞങ്ങളോട് പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതിന് ഞങ്ങൾ ആമേൻ പറയുന്നു. ആമേൻ, ആമേൻ. നാഥാ, ഞങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ. ഞങ്ങളുടെ മക്കളെല്ലാവരും ആനന്ദം കൊണ്ടും സന്തോഷം കൊണ്ടും നിറയട്ടെ. ഈ പകൽ ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാക്കും. സർവ്വ നന്മകളാലും നിറയ്ക്കും. യേശു മിശിഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. ഹലോ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദൈവാലോചനയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പരിപൂർണമാകുകയാണ്. നാളെയാണ് ഇനിയും അടുത്തൊരു എപ്പിസോഡ് നമുക്ക് കിട്ടുക. പക്ഷേ നാളെ ഞായറാഴ്ചയാണ്. നാളെ കോട്ടയത്ത് IMA ഹാളിൽ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിൽ നമ്മുടെ വിശുദ്ധ സഭാരാധന നടക്കുന്നു. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് നമ്മുടെ സമയം. നിങ്ങളെന്താ വരാത്തതെന്ന് ഓർത്ത് ഞാൻ ഇരിക്കുകയാണ്. നിങ്ങൾ വരണം. നാളെ നമുക്ക് നേരിൽ കാണണം. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ നൃത്തം ചെയ്ത് ആരാധിക്കണം. നിങ്ങളെ ക്ഷണിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, മറ്റുള്ളവർക്ക് പങ്കുവെക്കാനൊന്നും മറക്കത്തില്ലെന്നറിയാം. എങ്കിലും ഒന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. കർത്താവ് സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.